നടുവെല്ല വേദനയുള്ളവർ നടുവിന് കൈവെക്കട്ടെ. കശേരികൾ, അകന്നു പോയവർ, കുനിയാൻ പാടില്ലാത്തവർ, ബലമുള്ള ഒന്നും എടുക്കാൻ പാടില്ലാത്തവരൊക്കെ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. അസ്ഥികളെല്ലാം പേടികൾ, കോശങ്ങളെല്ലാം ദ്രവിപ്പുള്ളവർ, കോശങ്ങൾ പുതിയ കോശങ്ങൾ വരണില്ല, ഇമ്മ്യൂണിറ്റിയുടെ ഡിസീസ് ഉള്ളവർ, അത് എന്ത് വിഷയമായാലും പുതിയ കോശങ്ങൾ ഉണ്ടാകണില്ല. പഴയ കോശങ്ങൾ തന്നെ തിന്നുകൊണ്ടിരിക്കുന്ന പോലെയുള്ള കുറേ ഡിസീസുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ കോശങ്ങളിലേക്കും കർത്താവിൻ്റെ രക്തം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയ കീമോ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തമാണ്. കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ മാതാവിന് മധ്യസ്ഥത യേശുവിനോട് കർത്താവെ ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. മാരക രോഗികള്, തിരവ്യാധികള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, സ്വരത്തിൽ ശ്രദ്ധിക്കട്ടെ, ശബ്ദമായി ശ്രദ്ധിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവരെ, ഏത് സബ്ജക്റ്റ് എടുക്കണോ അങ്ങനെ ഒരു ഐഡിയ കിട്ടാത്തവരെ, അവരെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് ഈ മേഖലയിൽ വിഷമിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ പ്രൊഫഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഏതെടുത്താൽ കരകയറി പോകാമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് ജ്ഞാനം കിട്ടാൻ വേണ്ടിയും അവരുടെ തിരഞ്ഞെടുപ്പ് കറക്റ്റാകാൻ വേണ്ടിയും എല്ലാ അക്കാഡമിക്കായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളെ, കൺഫ്യൂഷനുള്ള കുഞ്ഞുങ്ങൾ ഫർദർ സ്റ്റഡിക്ക്, മേലോട്ടുള്ള പഠനങ്ങൾക്ക് സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ആ മക്കൾക്ക് വിശുദ്ധ മാനത്തെ നൽകണമേ. അവർക്ക് ഈ നിമിഷം തന്നെ കർത്താവേ വ്യക്തമായ ബോധ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ എന്ത് തിരഞ്ഞെടുത്താലും അത് കർത്താവർക്ക് ഭക്ഷണം ഭാവിയിൽ കഴിക്കാൻ പറ്റുന്ന ജീവിതം കർത്താവ് സുരക്ഷിതമാക്കുന്ന തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. സാമ്പത്തികമായ ബാധ്യതകളുള്ളവരെ, എപ്പോഴും ബാങ്കിൽ നിന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരെ, കടക്കാരെപ്പോഴും ഇങ്ങനെ ഫോൺ വിളിച്ച് മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി പ്രഷർ കൂട്ടിക്കളണവരുണ്ട്. അവർക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, ഒരു പിടിയില്ലാതെ അവസാനത്തെ ഒരു ഡെന്നിൽ അവർ വന്നിരിക്കുകയാണ്. ഒരു സങ്കേതത്തിൽ അവരെത്തിയിരിക്കുകയാണ്. മാതാവേ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകുവാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് അലച്ച കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഓരോ ദുരന്തങ്ങൾ, സാമ്പത്തിക ബാധ്യതകളുടെ ദുരന്തങ്ങൾ, വീടില്ലാത്ത ദുരന്തങ്ങൾ, വഴിയില്ലാത്ത ദുരന്തങ്ങൾ, മാരക രോഗങ്ങളുള്ളവർ കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് ഓരോ രേഖകൾ
കൃത്യസമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടാത്തതിൻ്റെ പേരിൽ അവർക്ക് അഡ്മിഷൻ എടുക്കാനോ ജോലി എടുക്കാനോ പറ്റാത്ത അവസ്ഥകൾ, എല്ലാ ദുരന്തങ്ങളും യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. മക്കളെ, സംഗീത ആരാധനകൾ നടക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധയുണ്ടാകണം. സാധാരണ നമ്മൾ പറയുന്ന പ്രാർത്ഥനയെക്കാളും അഭിഷേകം നിലവാരം കൂടുതൽ സംഗീതാരാധനയ്ക്കാണ്. സംഗീതാരാധന പെട്ടെന്ന് വരത്തില്ല. കർത്താവ് നമുക്ക് തന്നാൽ മാത്രമേ വരത്തുള്ളൂ. അപ്പം നമുക്ക് പറ്റുന്നത് അതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്ന് മനസ്സ് നിറഞ്ഞ് മറന്നങ്ങ് അതിൻ്റെ ഭാഗമായിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ കരസ്പർശവും കിട്ടണത്. കർത്താവ് നമ്മുടെ ആരാധന ഒരു വല്ലാത്ത അനുഭവമാണ്. ചങ്ങല പൊട്ടിയതൊക്കെ എല്ലാം അപ്പോസ്തലന്മാർ സ്വതന്ത്രരായതെല്ലാം അവരുടെ കൈവിലങ്ങ് കിലുക്കി പാടിയപ്പോഴാണ്. കൈവിലങ്ങുകൾ ആരാധിക്കുമ്പോൾ മുറിഞ്ഞു പോകുമെന്നുള്ളത് അപ്പോസ്തല ആത്മീയതയുടെ അറിവടയാളമാണ്. നമുക്ക് പല കൈവിലങ്ങുകളുണ്ടാകും. കൈവിലങ്ങുകളില്ലേ? പൗലോസും ശീലാസും കൂടി ജയിലിൽ കയ്യാമം വെച്ച് കിടക്കുന്ന സമയത്ത് അവർക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു കാര്യം, ആ കൈ ചങ്ങലകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിലുക്ക്, എന്നിട്ട് കർത്താവിൽ സന്തോഷം, അവനൻ ബലം, പാരതിൽ പാർക്കുന്നാൾ അവനൻ ബലം എന്ന് പറഞ്ഞവർ പാടും. അതാണ് അതിൽ നിന്നാണ് നമുക്ക് ആ പാട്ട് കിട്ടണത്. ബലഹീനമാകുന്ന സാഹചര്യങ്ങളിൽ വിശ്വാസി ആരാധിച്ചേറ്റ് പറയേണ്ട സംഭവമാണ് കർത്താവാണ് എൻ്റെ ബലമെന്ന്. ഒന്ന് പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ബലം. കർത്താവാണ് എൻ്റെ ബലം. നമ്മളുടെ ബലങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളുടെ കൈവിലങ്ങുകൾ വീണു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം പല കാര്യങ്ങൾക്കും നമ്മൾക്ക് കൈവിലങ്ങുകളെന്ന് പറയുമ്പോൾ ചില പറയല്ലേ, എൻ്റെ കൈയും കാലും കെട്ടിയിരിക്കുകയാണെന്ന് പറയത്തില്ലേ? എങ്ങനെ, എന്ത് ചെയ്യാനാ? എൻ്റെ കൈയും കാലും കെട്ടിപ്പോയില്ലേ? മറ്റുള്ളവരൊക്കെ വേദനയും രോഗവും ഒക്കെ പറയുമ്പോഴേ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സന്മനസ്സുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ കൈയും കാലും കെട്ടിപ്പോയില്ലേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ സാമ്പത്തിക സ്രോതസ്സ് അടഞ്ഞു പോയില്ലേ എന്ന് എൻ്റെ അർത്ഥം അവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള കൈവിലങ്ങുകളുണ്ട് ഇല്ലേ? പലതരത്തിലുള്ള. പക്ഷേ ഇതെല്ലാം കിലുക്കി പാടാനുള്ളതാണ്, അല്ലാതെ അത് കൊടുത്തിട്ട് നിലയും പിടിച്ച് വീട്ടിൽ കുത്തിയിരിക്കാനുള്ളതല്ല. വിശ്വാസി എന്ന് പറയുമ്പോൾ വേറെ ഒരു സംഭവമാണ്. കാര്യം ഇങ്ങനെയുള്ള കൈവിലങ്ങുകളെല്ലാം, വേദനകളെല്ലാം അവൻ കിലുക്കി പാടിക്കൊണ്ട് അതിനെ കർത്താവിൻ്റെ ദൂതൻ വന്നത് പൊട്ടിക്കുന്നവരെ അവൻ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കട്ടെ, വിശ്വാസിയെ പതറാതെ വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതറാതെ ശ്രദ്ധിക്കട്ടെ, അതിശക്തമായി ശ്രദ്ധിക്കട്ടെ, പക്ഷാപടത്തോടെ ശ്രദ്ധിക്കട്ടെ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട്
ഒരുമിച്ച് പാടുക. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് വിശ്വാസിയെ പതരാതെ എന്ന് പറയണത്? അത് വിശ്വാസ കോടികളുടെ ആത്മീയ ആവേശമായ ദൈവത്തിൻ്റെ അഭിഷിക്തനായ യേശു മിശിഹായെ ജനക്കൂടി അനുഭവിച്ചിട്ട് അവർ പാടിയ പാട്ടാണിത്. ഇക്കാലങ്ങളിൽ നമുക്കതുപോലെ വേദനകളുണ്ടെങ്കിൽ അവർക്കുണ്ടായ അനുഭവത്തിൽ നമുക്ക് അവകാശം കിട്ടുമെന്നാണ് ഉടമ്പടി പറയണത്. നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുകയില്ലേ? അങ്ങനെ ലോകത്ത് ഒരു സ്ഥലമില്ലല്ലോ, ഉണ്ടോ? കർത്താവുമായി നമ്മളൊരു കക്ഷി, കർത്താവ് വേറെ ഒരു കക്ഷി. ആൻഡ് ബൈലാറ്ററൽ വി ആർ ഡൂയിങ് ബൈലാറ്ററൽ എഗ്രിമെൻ്റ്. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിബി എന്നും പറഞ്ഞൊരു ടീച്ചർ ഒരു സാക്ഷ്യം പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. റിബി ജോസഫ്, ചാലക്കുടിയിൽ നിന്നും. അപ്പോൾ അവർക്ക് 17 അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സർക്കാരിൽ നിന്ന് ജോലി കിട്ടുക എന്നുള്ളത്. പക്ഷേ ഏജ് ഇങ്ങനെ ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. 17 വർഷമായി അവർ ഇത് പാസ്സായിട്ട്, BEd പാസ്സായിട്ട്. ഇപ്പോഴും കേട്ടൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരു മോഹം അവസാനം അസ്തമിച്ചു. ഏത്? സർക്കാരിൽ നിന്നൊരു ജോലി കിട്ടുന്നത്. കാര്യം വയസ്സ് 17 ഇപ്പം 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. പക്ഷെ എങ്കിലും എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണമെന്നൊരാഗ്രഹമുണ്ട്. സർക്കാരിൽ നിന്ന് ജോലി കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ എവിടുന്നെങ്കിലും ഒരു ജോലി കിട്ടണം. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ കുടുംബത്തിലെ ചിലവിന് എന്തെങ്കിലും ഒരു വരുമാനം താനും കണ്ടുപിടിക്കണമെന്നുള്ള ഒരു ചിന്തയിൽ ടീച്ചർ അങ്ങനെ ഇരുന്നപ്പോൾ ടീച്ചർ വിചാരിച്ചു എന്നാൽ പോയി ഉടമ്പടി ചെയ്യാമെന്ന്. അത് ഒരു മനുഷ്യരുടെ വരണ്ട കമ്പുകളൊക്കെ പൂക്കണ കണ്ടു കഴിഞ്ഞാലേ ബൈബിൾ എന്ത് രസമാണെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ടീച്ചർ ഇങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ. എങ്ങനെ എവിടുന്നെങ്കിലും സർക്കാർ ജോലി ഇനി കിട്ടത്തില്ല. അവർ തീരുമാനിച്ചു, ഫുൾ സ്റ്റോപ്പായി. നിങ്ങൾ ഒരു ഫുൾ സ്റ്റോപ്പൊന്നും ഇടരുത് കേട്ടോ, കോമ ഇട്ടാൽ മതി. ജീവിതത്തിനെ ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടരുത്, കോമ ഇട്ടാൽ മതി. കർത്താവിന് ഇനി എഴുതി ചേർക്കാനുണ്ടാവും. കൈയിട്ടിച്ച് കർത്താവിനെ സ്വത്തുക്കടലിയ അതായത് ഈ വിശ്വാസത്തിൻ്റെ ആ നീതിമാൻ ജീവിക്കുന്നു പറയണതേ ബൈബിളിൻ്റെ പ്രഖ്യാപിതമായ ഒരു സമീപന രീതിയാണ്. എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങണത് ഉൽപ്പത്തി എന്നാണ് തുടങ്ങണത്. ഉൽപ്പത്തി 15:6 തൊട്ടിങ്ങനെ എബ്രഹാത്തിൻ്റെ വിശ്വാസത്തെ ബൈബിൾ ഇങ്ങനെ ഉയർത്തി ഉദിച്ചു വരണതുണ്ട്. മനുഷ്യരാശിയുടെ പ്രത്യാശ ഉദിച്ചു വരണത് എബ്രാഹത്തിലൂടെയാണ്. എബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവനെ അത് നീതിയായി പരിഗണിച്ചു. 15:6 കൈയിട്ടിച്ച് കർത്താൻ. ഈ എബ്രാഹത്തിൽ ഏറ്റവും കൂടുതൽ കുഴിച്ച് സ്വർണം എടുത്തിട്ടുള്ളത് പൗലോസ് അപ്പോസ്തലനാണ്. എബ്രാഹാം എന്ന് പറയുന്നത് വലിയൊരു മൈനാണ്, വലിയൊരു സ്വർണ്ണ. വിശ്വാസികൾക്ക് എക്കാലവും കുഴിച്ചാലും തീരാത്ത ഒരു സ്വർണ്ണഖനിയാണ് എബ്രാഹാം. എബ്രാഹത്തിന് പക്ഷേ കുഴിച്ചെടുക്കാനും അതിൻ്റെ സ്വർണവും രത്നവും ഒക്കെ എടുക്കാൻ അതിന് പ്രത്യേകമായ സാങ്കേതിക വിദ്യ വേണ്ട. അത് പൗലോസിനാണ് ദൈവം അതിൻ്റെ സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്നത്. പൗലോസ് 2 സ്ഥലത്ത് പറയും. ഒന്ന് എബ്രാഹത്തിനെ കൊട്ട് ചെയ്തുകൊണ്ട് റോമ 1:17 പറയും, നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കാം. റോമായിലാണ് ഈ മനുഷ്യൻ ലേഖനം എഴുതാൻ തുടങ്ങണത്. റോമാ ലേഖനം. ഈ മനുഷ്യൻ ലേഖനം അവസാനിക്കുന്നത് ഹെബ്രായ ലേഖനമാണ്. ഇതിനിടയ്ക്ക് ഒരു അഡീഷൻ ചേർക്കും പുള്ളിക്കാരൻ. ഇങ്ങനെ റോമായിലാണ് പുള്ളി ലേഖനം എഴുതാൻ തുടങ്ങുന്നത്. എബ്രാഹത്തിനെ വെച്ചാണ് പുള്ളി തീസിസ് എഴുതുന്നത്. എബ്രാഹാം വല്ലാത്തൊരു അഭിഷേകമായി മനുഷ്യനിങ്ങനെ പടർന്നിരിക്കുക. അവിടെ റോമായി ലേഖനം എഴുതുമ്പോൾ എബ്രാഹത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മനുഷ്യരാശി നടന്നെടുക്കേണ്ടതും
കുഴിച്ച് കണ്ടെത്തേണ്ടതുമായ ഒരു ദൈവികമായ അനുഭവങ്ങളുടെ കലവറ എബ്രാഹത്തിൽ തുടങ്ങണമെന്നാണ് പൗലോസ് പറയണത്. പക്ഷെ പൗലോസ് ആ ലേഖനം അവസാനിപ്പിക്കുമ്പോഴേ ഹെബ്രായ ലേഖനത്തിൽ ചെന്ന് അവസാനിപ്പിക്കുന്നത് റോമ 1:17 നിന്ന് ഹെബ്രായർ 10:36 പൗലോസിൻ്റെ വിശ്വാസ സഞ്ചാരം അത് എക്കാലവും നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ പൗലോസ് പറയണത്? എൻ്റെ നീതിമാൻ പറഞ്ഞേ, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അപ്പൊ ഈ റോമ 1:17 നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നിന്ന് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഹെബ്രായ ലേഖനത്തിൽ വരുമ്പോൾ ഈ മനുഷ്യൻ എൻ്റെ എന്നുള്ള വാക്ക് ഇവിടുന്ന് കിട്ടും. ഇറ്റ് ഈസ് ഹിസ് വേർഷൻ ആൻഡ് അഡിഷൻ. എൻ്റെ നീതിമാൻ അത് ദൈവം വെളിപ്പെടുത്തുന്നത് എപ്പോഴും ഒരു ഇൻറ്റിമസിയുടെ പശ്ചാത്തലത്തിലാണ് വെളിപാട് വർദ്ധിക്കുന്നത്. ഇൻറ്റിമസിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വെളിപാടുണ്ട്. നീ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും വെളിപാടുണ്ടെന്ന് വെച്ചാൽ നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ സൗന്ദര്യം, നിൻ്റെ ആരോഗ്യം, എവരിത്തിങ് നിൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. കൈയടിച്ച് കർത്താവ് സ്വലീയ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ച് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് 1 മാസത്തോളം അവിടെ അഡ്മിറ്റായി. എന്നിട്ട് ഈ മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. ഷുഗർ കൺട്രോളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ചയായ ഉപ്പും തൈലവും ഉപയോഗിച്ച് ഞാൻ എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യുമായിരുന്നു. അങ്ങനെ 3-4 മാസമായിട്ട് ഉണങ്ങാണ്ടിരുന്ന മുറിവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 1.5 ആഴ്ച കൊണ്ട് പൂർണ്ണമായും ഉണങ്ങി. ഷുഗറും കൺട്രോളിലേക്ക് വന്നു. അതുപോലെ എനിക്ക് കിട്ടിയ വേറെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 1-2 വർഷമായിട്ട് ഈശോയിലൊന്നും വിശ്വാസം ഇല്ലാണ്ട് അങ്ങനെ ജീവിച്ചൊരാളായിരുന്നു. അപ്പോൾ ഈ മുറിവിലൂടെ എൻ്റെ വിശ്വാസം എനിക്ക് തിരികെ നൽകി ഈശോനെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ക്ലാരമ്മ ജോസഫ്. ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് 2022 ഡിസംബർ 29-ാം തീയതിയാണ്. ഞാനിവിടെ വന്നതിൻ്റെ കാരണം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ഞങ്ങൾക്കൊരു പുതിയൊരു വീട് പണിയണമെന്ന്. ഞങ്ങൾ കഴിഞ്ഞ 2022 ജനുവരിയിൽ ബാങ്കിൽ നിന്നും 25 ലക്ഷം രൂപ ലോൺ എടുത്ത് ഞങ്ങൾ ഒരു വീടിൻ്റെ പണി തുടങ്ങി. വളരെ ഭംഗിയായി വീടിൻ്റെ പണി നടക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് തന്നെ പറയാം, ഏറ്റവും വലിയ വേദനയിലൂടെ ഞാൻ പോകുന്നത്. 2022 ഒക്ടോബർ 22-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നത്. ഞാനാകെ മാനസികമായും ശാരീരികമായും വളരെയേറെ ഞങ്ങൾ തകർന്നുപോയി. അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞങ്ങളുടെ ഏക ആശ്രയമായിരുന്നു അദ്ദേഹം. ഞങ്ങളങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ബാങ്കിൽ എനിക്ക് വേറെ വരുമാന മാർഗ്ഗം ഒന്നും തന്നെ ഇല്ലായിരുന്നു. എൻ്റെ ബാങ്കിൽ EMI ഒരു മാസം 23,000 രൂപ വീതം വെച്ച് ഞങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കണം. വേറെ വരുമാന മാർഗം ഒന്നും തന്നെ ഞങ്ങൾക്ക് ഇല്ല. അങ്ങനെ എനിക്ക് ഈ ലോണിൻ്റെ കൂടെ തന്നെ ഒരു ഇൻഷുറൻസിൻ്റെ ഞങ്ങൾ ബാങ്കുകാർ എടുത്തിരുന്നു. ആ ഇൻഷുറൻസ് ലഭിക്കുന്നതിന് വേണ്ടി കമ്പനിക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തു. കുറേ ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വന്നു. പിന്നെ ചില ഡോക്യുമെൻറ്റ്സ് ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് തടസ്സങ്ങളായിരുന്നു എനിക്ക് അതിലൂടെ വന്നിരുന്നത്. എനിക്ക് ഓരോ ഇത് ചെല്ലുമ്പോഴും എനിക്ക് ആ ഡോക്യുമെൻറ്റ്സ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കെ, എൻ്റെ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ഈ പുണ്യഭൂമിയിൽ ഇവിടെ ഞാൻ എത്തുന്നത്. ഇവിടെ വന്നു ഞാൻ ഡിസംബർ 29-ാം തീയതി 2022 ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം മാർച്ച് മാസം വരെയുള്ള ലോണിൻ്റെ EMI ഒരുവിധം ഞാൻ അടച്ചു. ഇനി അടുത്ത ഈ മാസം ഏപ്രിൽ 14-ാം തീയതിയാണ് അടുത്ത EMI അടയ്ക്കേണ്ടത്. എനിക്ക് അടയ്ക്കുന്നതിന് യാതൊരു നിവൃത്തിയില്ലായിരുന്നു.
അങ്ങനെ കഴിഞ്ഞ മാസം ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞു, അമ്മ എനിക്കിനി അടുത്ത മാസം EMI അടയ്ക്കാനുള്ള യാതൊരു നിവൃത്തി എനിക്കില്ല, നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം, നമുക്ക് ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് താമസിക്കാം. ഞാൻ വളരെയേറെ വേദനയോടുകൂടിയാണ് അമ്മയുടെ ഈ കാര്യം പറയുന്നത്. അതിലേറെ വേദനയിലൂടെയാണ് എൻ്റെ അമ്മ ഇത് കേൾക്കുന്നതും. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ മോളുടെ ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹമായിരുന്നു ആ വീട്. അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അതിനി തുടർന്ന് അടയ്ക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുമായിരുന്നു. അന്ന് രാത്രി ഞാൻ മാതാവിൻ്റെ ഇന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ അമ്മയുടെ ഞാൻ പറഞ്ഞു, അമ്മ സഞ്ചാരി മാതാവല്ലേ, അമ്മയെ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി രക്ഷ. അമ്മ ഇനി എൻ്റെ കാര്യങ്ങൾ അമ്മ ഏറ്റെടുക്കുക, ഞങ്ങളുടെ ജീവിതത്തിലോട്ട് അമ്മ കടന്നു വന്ന് എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് എൻ്റെ അമ്മേനെ രക്ഷിക്കുക എന്ന് ഞാൻ വളരെയേറെ വിഷമത്തോടെ എൻ്റെ അമ്മയുടെ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ അമ്മ മാതാവ് എന്നെ ഒരു സ്വപ്നം കാണിക്കുകയാണ്. ഞങ്ങളുടെ വീട് നിൽക്കുന്ന ഭാഗത്ത് വലിയ ഉരുൾപൊട്ടലുണ്ടായി. അവിടെയുള്ള മറ്റുള്ള വീടുകളൊന്നും ഞാൻ കാണുന്നില്ല, എൻ്റെ വീട് മാത്രം നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് എൻ്റെ മാതാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇത് ആരുടെ വീടാണ്? അപ്പോൾ എൻ്റെ മാതാവ് പറയുന്നത്, അത് നിൻ്റെ വീടാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഒരാൾ ഒരു ചുറ്റിക പോലെയുള്ള വലിയൊരു ഇരുമ്പിൻ്റെ ഒരു വടിയുമായിട്ട് വന്ന് ഞങ്ങളുടെ വീടിൻ്റെ പില്ലറൊക്കെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. അന്നേരം ഞാൻ മാതാവിൻ്റെ അന്നേരം മാതാവ് അവരോട് പറയുന്നു, ഒന്നും ചെയ്യണ്ട, അത് പൊട്ടത്തില്ല, ആ വീട് എന്നും നിലനിൽക്കും, ആ വീടിന് ഒന്നും സംഭവിക്കില്ല എന്ന് എൻ്റെ അമ്മ പറയുന്നു. പിറ്റേ ദിവസം ഞാൻ വളരെയേറെ സന്തോഷത്തോടു കൂടി ഞാൻ എഴുന്നേറ്റ് എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞു, അമ്മ നമുക്ക് ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടും, നമ്മുടെ വീട് നമുക്ക് നഷ്ടപ്പെടുത്തില്ല, മാതാവ് നമ്മുടെ കാര്യം ഏറ്റെടുത്തു, അമ്മ നമ്മുടെ കാര്യം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും ഞാൻ വളരെയേറെ ഭംഗിയായിട്ട് ഞാൻ നോക്കി. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കൂടി കുമ്പസരിച്ചു. പിന്നെ കാരുണ്യപ്രവൃത്തികൾ മാത്രമായിരുന്നു ഇച്ചിരി ഞാൻ ചെയ്യാൻ പുറകോട്ട് പോയത്. അപ്പോൾ എൻ്റെ തടസ്സങ്ങൾക്ക് കാരണം മനസ്സിലാക്കി ഞാൻ പിന്നെ കാരുണ്യപ്രവൃത്തികൾ ചെയ്തു. ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ച് ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കും. കൂടുതലും അന്യമതക്കാർക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് എൻ്റെ മാതാവിനെ പറ്റി, മാതാവ് തരുന്ന കൃപകളെ പറ്റി അവരുടെയൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഒരുപാട് പേർക്ക് വിശ്വാസമായി അവരിവിടെ ഉടമ്പടി എടുക്കാനും മാതാവിൻ്റെ സന്നിധിയിൽ വരാനും വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ മാർച്ച് 29-ാം തീയതി ഞങ്ങൾക്ക് ഉടമ്പടി പുതുക്കേണ്ട ദിവസമായി. ആ 29-ാം തീയതിയുടെ തലേ ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞങ്ങൾ ഓൺലൈൻ വഴി കൂടുമായിരുന്നു, ഞാനും അമ്മച്ചിയും കൂടെ. അപ്പോൾ രോഗി സൗഖ്യത്തിനായിട്ടുള്ള പ്രാർത്ഥന ഇടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ട്, ബാങ്കിൽ നിന്നിപ്പോൾ ഇൻട്രസ്റ്റ് കൂടി, ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്, നമുക്ക് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഞാൻ ഉടനെ അമ്മച്ചെടുക്കാൻ ഞാൻ പറഞ്ഞു, അമ്മ നമ്മുടെ കാര്യം മാതാവ് ഏറ്റെടുത്തു, അച്ഛൻ പറയുന്ന കേട്ടില്ല, ഇത് നമുക്ക് വേണ്ടിയാണ് അച്ഛൻ ഈ പറയുന്നത്. അന്ന് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മയുടെ മുന്നിൽ നിന്നും ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്ന ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടി എൻ്റെ ലോൺ ക്ലോസ് ചെയ്യണമെന്നാണ്. അതെനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് ഒരു പരാതിയോ എനിക്കൊന്നുമില്ല. കാരണം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എൻ്റെ അമ്മ എനിക്കത് സാധിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി പുതുക്കാൻ വരുന്നത്. അന്നേരമല്ല എൻ്റെ മനസ്സിലൊരു തോന്നൽ, നീ ഫോണിൽ മെസ്സേജ് നോക്കുന്ന ഒരു തോന്നൽ മനസ്സിൽ വന്നു. ഞാൻ ഉടനെ തന്നെ എൻ്റെ ഫോൺ എടുത്തു, ഞാൻ മെസ്സേജ് നോക്കിയപ്പോൾ എൻ്റെ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ട തുക 21,42,000 രൂപയാണ്. അത്രയും എമൗണ്ടും എൻ്റെ ലോൺ അക്കൗണ്ടിൽ ക്രെഡിറ്റായി, എൻ്റെ ലോൺ ക്ലോസ് ആയെന്നുള്ളൊരു മെസ്സേജാണ് അമ്മ എനിക്ക് അന്ന് തന്നത്. ഞാൻ ഒരുപാട് അമ്മയ്ക്കും തിരിക്കുമാറിന് ഒരുപാട് നന്ദി പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കാൻ വന്നു. തിരിച്ചു പോകുന്നിടം വരെ അമ്മയുടെക്കും തിരിക്കുമാറിന് ഒരുപാട് നന്ദി മാത്രമേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. അന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ എഴുതി. എൻ്റെ 21 ലക്ഷം കൂടാതെ ഇൻഷുറൻസ് ഞാൻ എടുത്തത് 1 ലക്ഷം രൂപയും ലോണായിട്ട് തന്നെയാണ് ഇൻഷുർ ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെയൊക്കെ പറഞ്ഞു, അമ്മേ എനിക്ക് ആ 1 ലക്ഷം രൂപയുടെ ഒരു ബാധ്യതയും കൂടെ ഉണ്ട്, എനിക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ആ ബാധ്യതയും കൂടെ അമ്മ തീർത്ത് തരണം. അതുപോലെ തന്നെ എൻ്റെ നാത്തൂന് അവൾക്ക് കുറച്ച് പൈസ ഒരാൾക്കൊരു സഹായത്തിനായിട്ട് കൊടുത്തിട്ട് അവൾക്കത് തിരിച്ചു കിട്ടുന്നില്ലായിരുന്നു. അപ്പം അവളുടെ പേരും കൂടെ അവളുടെ ബാധ്യത തീർക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ 6ാമത്തെ നിയോഗമൊക്കെ എഴുതി
ഞാൻ ഇവിടെ വന്നിരുന്ന് പിന്നെ പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമം. കാരണം എൻ്റെ അമ്മ എനിക്ക് 21,42,000 രൂപ എന്ന് പറയുന്ന മാസം 23,000 രൂപ ഒരു വരുമാനമില്ലാതെ EMI അടയ്ക്കേണ്ട അത്രയും വലിയൊരു ബാധ്യത എൻ്റെ അമ്മ എനിക്ക് തീർത്തു തന്നു. എന്നിട്ടും പിന്നെ ഞാൻ ഈ 1,00,000 രൂപയ്ക്ക് വേണ്ടി അമ്മയുടെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അമ്മയുടെയൊക്കെ പറഞ്ഞു, അമ്മേ അത് എൻ്റെ അത്യാഗ്രഹമായി പോയോ, അമ്മ എന്നോട് ക്ഷമിക്കണം.